ഹലോ എവരി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഒരു വെക്ടറിൽ നമ്മൾ എന്താണ് എൻ സ്പേസ് എന്ന് പറയുക, അതുപോലെ ഒരു വെക്ടറിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെക്ടറിനെ നോർമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, രണ്ട് വെക്ടർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ബേസിസിന് നമ്മൾ എങ്ങനെയാണ് ഓർത്തോഗണൽ ബേസിസ് ആക്കി മാറ്റുന്നത്, അതിനെയാണ് നമ്മൾ ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന ടേംസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ആൻ എൻ സ്പേസ് ഓവർ ആർ ഈസ് ഡിഫൈൻഡ് ബൈ Rn equal to set of all n tuple a1, a2, etc. an such that ai element of R I equal to 1, 2, 3, etc. n. A vector A is equal to vector a1, a2, etc. an. അതായത് n tuple belongs to Rn is called an n vector. The zero vector in Rn is the vector 0 is equal to n tuple 0, 0, etc. 0 എന്ന് എഴുതാം. അതായത് നമ്മളിവിടെ പറഞ്ഞത് ആദ്യം എന്താണ്, എൻ സ്പേസ് ഓവർ ആർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്ന്. അപ്പം നമുക്കറിയാം ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ് അല്ലേ. റിയൽ നമ്പറിലൊരു പോയിന്റ് നമ്മൾ ഏത് ഫോമിൽ എഴുതാം, റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നമ്പർ ഏന്ന് മാത്രമേ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുള്ളൂ. R2 ആണ് എലമെൻ്റ് എങ്കിൽ നമ്മൾ അതിനെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ A1, A2 ഓൾറെഡി പെയർ A1, A2 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇത് വെക്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വെക്ടർ A1, A2 എന്ന് എഴുതാം. ഇത് 2 ഡയമെൻഷനിലാവുമ്പോൾ R3 3 ഡയമെൻഷനിലാവുമ്പോൾ നമ്മൾ A1, A2, A3 എന്നാണ് എഴുതുക. ഇപ്പോൾ ജനറലായിട്ട് എൻ സ്പേസ് എൻ ഡയമെൻഷൻ സ്പേസിൽ Rn എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ Rnനുള്ള എലമെൻസിൻ്റെ ഫോം എങ്ങനെയായിരിക്കും, n ട്യൂപ്പിൾസ് ആയിരിക്കും. R എന്ന് പറഞ്ഞാൽ ഒരു എലമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക, R2 എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ ആയിരിക്കും, R3 എന്ന് പറഞ്ഞാൽ ട്രിപ്ലറ്റ് അതായത് 3 എലമെൻറ്റ്സ് വരുന്നതായിരിക്കും, R4 എന്ന് പറഞ്ഞാൽ ക്വാഡ്രബിൾ എന്നാണ് പറയുക നമ്മൾ A1, A2, A3, A4. അപ്പോൾ R4ൽ 4 എലമെൻ്റ് ഉള്ള വെക്ടർ ആയിരിക്കും ഉണ്ടാവുക, അത് നമ്മൾ ക്വാഡ്രബിൾ എന്ന് പറയും. അപ്പോൾ ജനറലായിട്ട് Rn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും, A1, A2, etc. an. അതിനെയാണ് നമ്മൾ n ട്യൂപ്പിൾ എന്ന് പറയുക. വായിക്കേണ്ടത് അങ്ങനെയാണ് n ട്യൂപ്പിൾ എന്ന്. അപ്പോൾ n സ്പേസ് എന്ന് പറഞ്ഞാൽ Rn ഈക്വൽ ടു അതിലുള്ള എലമെൻസിൻ്റെ ഫോമാണ് സെറ്റ് ഓഫ് ഓൾ n ട്യൂപ്പിൾ A1, A2, etc. an. A's എല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കും, അതായത് ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന ഓരോ എലമെൻറ്റും A1, A2, etc. an റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഈ വെക്ടർ A ഈക്വൽ ടു A1, A2, etc. an, അതായത് നമ്മൾ എഴുതുന്ന വെക്ടറിൽ n എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ നമ്മളതിനെ n വെക്ടർ എന്നാണ് പറയുക. അതുപോലെ Rnൽ 0 വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, n ട്യൂപ്പിളായിട്ട് എല്ലാ എലമെൻസും n എലമെൻസ് ഉണ്ടാവും, n എലമെൻസും എന്തായിരിക്കും 0 ആയിരിക്കും. ഇപ്പോൾ 0 വെക്ടറിൻ്റെ ഫോമാണ് n സ്പേസിൽ 0, 0, etc. 0 എന്നുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, ഒരു വെക്ടറിൻ്റെ നോമിന് തന്നെ വേറെ പറയുന്ന പേരാണ് ലെങ്ത്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന്. ഒരു വെക്ടറിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ A is equal to നമ്മൾ ജനറൽ കേസാണ് പറയുന്നത്, അതായത് n ട്യൂപ്പിളിൽ Rnൽ n ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ Rn എന്നുള്ള സ്പേസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വെക്ടറിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുക. അപ്പോൾ A is equal to Rnലെ വെക്ടറിൻ്റെ ഫോം എന്തായിരിക്കും, n ട്യൂപ്പിൾ A1, A2, etc. an n എലമെൻസ് ഉള്ള വെക്ടറാണ് Rnൽ ഉണ്ടാവുക. അപ്പോൾ ഈ Aൻ്റെ നോമ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക A എന്നിട്ടിട്ട് ഇവിടെ 2 വരെ. നമ്മൾ സാധാരണ മോഡ് A എന്ന് എഴുതുമ്പോൾ ഒരു ലൈനാണ് കൊടുക്കുക, അതിന് പകരം നോം എന്ന് പറഞ്ഞാൽ വെക്ടർ എഴുതുമ്പോൾ നോം ഓഫ് A എന്നാണ് പറയുക. ഇപ്പോൾ 2 വരെയുടെ നോം ഓഫ് A ഈസ് ഈക്വൽ ടു ഫോർമുല റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് etc. പ്ലസ് an സ്ക്വയർ. എന്താ ചെയ്തത്, n ട്യൂപ്പിൾസ് ഉണ്ട്, ആ n വാല്യൂസിൻ്റെയും എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ആദ്യത്തതിൻ്റെ A1ൻ്റെ സ്ക്വയർ പ്ലസ് A2ൻ്റെ സ്ക്വയർ പ്ലസ് etc. anൻ്റെ സ്ക്വയർ അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പം ഇങ്ങനെയാണ് n വെക്ടറിൻ്റെ നമ്മൾ നോം കണ്ടുപിടിക്കുക. അപ്പോൾ A ആണ് ഒരു നമ്പർ ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് A തന്നെയായിരിക്കും. ഓർഡേർഡ് പെയർ A1, A2ൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്തായിരിക്കും, റൂട്ട് ഓഫ് ഫസ്റ്റ് വണ്ണിൻ്റെ സ്ക്വയർ A1 സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ സ്ക്വയർ A2 സ്ക്വയർ. 3 എണ്ണം ആണെങ്കിൽ R3ലാണ് നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നതെങ്കിൽ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് A3 സ്ക്വയർ എന്ന് വരും. ഓക്കെ, അതാണ് ഒരു വെക്ടറിൻ്റെ ലെങ്ത്ത് കാണാനുള്ള ഫോർമുല. നെക്സ്റ്റ് വൺ, യൂണിറ്റ് വെക്ടറിൻ്റെ ഡെഫിനേഷനാണ്. എ യൂണിറ്റ് വെക്ടർ ഈസ് എ വെക്ടർ ഹൂസ് നോം ഈസ് 1. എപ്പോഴാണ് ഒരു വെക്ടറിനെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുക, ആ വെക്ടറിൻ്റെ ലെങ്ത്ത് നോം എന്തായിരിക്കുമ്പോൾ 1 ആയിരിക്കുമ്പോൾ. ഇപ്പോൾ നോം ഓഫ് A ഈക്വൽ ടു 1 ആണെങ്കിൽ Aനെ നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയും. നോം 1 ആയിട്ട് വരുന്ന വെക്ടറിനെയാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുക. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. കൺസിഡർ R2 is equal to set of all
R2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ടാവുക? വെക്ടർ 2 എലമെൻറ്റ്സ് ഉള്ള വെക്ടർ ആയിരിക്കും. ദാറ്റ് ഈസ് xy സച്ച് ദാറ്റ് എക്സും വൈയും ബിലോങ്സ് ടു R ആയിരിക്കണം, റിയൽ നമ്പർ ആയിരിക്കണം. ഇത് നമ്മൾ 2 സ്പേസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് എക്സാമ്പിളിൽ. R2 എന്ന് പറഞ്ഞാൽ 2 സ്പേസ്. ഇനി R2ൽ നമ്മളൊരു വെക്ടർ എടുക്കുകയാണ്, u is equal to വെക്ടർ 1 2, 2 എലമെൻ്റ് ഉള്ളൊരു വെക്ടർ എടുത്തു. ഇനി ഇതിൻ്റെ നോം കണ്ടുപിടിക്കുക. എങ്ങനെ നോം എന്ന് കണ്ടുപിടിക്കുക? നോം ഓഫ് u is equal to റൂട്ട് ഓഫ് a1 a2 ആണെങ്കിൽ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ. അപ്പോൾ 1 2ൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ which is equal to റൂട്ട് ഓഫ് 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, ദാറ്റ് ഈസ് റൂട്ട് 5 എന്ന് കിട്ടി. ഇനി വേറൊരു വെക്ടർ എടുക്കാം. R2ൽ തന്നെ v is equal to -1 by root 2 1 by root 2 -1 by root 2. നമുക്ക് എങ്ങനെ വേണമെങ്കിലും R2 എലമെൻറ്റ്സ് എടുക്കാം, ഏത് എലമെൻറ്റ്സ് വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമ്മൾ എടുക്കുന്ന വെക്ടറിൽ 2 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. xy എന്നുള്ളതാണ് R2ലെ വെക്ടറിൻ്റെ ഫോം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിൽ നമ്മൾ എടുത്ത വെക്ടർ എന്താണ്? നോം ഓഫ് u is equal to റൂട്ട് 5 എന്ന് കിട്ടി. നമ്മൾ നോം മാത്രം കണ്ടുപിടിച്ചത്, യൂണിറ്റ് വെക്ടർ ആവില്ല. കാരണം എന്താണ്? യൂണിറ്റ് വെക്ടർ ആവണമെങ്കിൽ അതിൻ്റെ നോം ഈക്വൽ ടു 1 എന്നാണ് കിട്ടേണ്ടത്. സോ നമ്മൾ അടുത്ത എക്സാമ്പിൾ യൂണിറ്റ് വെക്ടർ എന്നുള്ളതാണ്. v is equal to 1 by root 2 -1 by root 2 എന്ന് എടുത്തു. അപ്പോൾ ഇതിൻ്റെ നോം കണ്ടുപിടിക്കുക. നോം ഓഫ് v is equal to റൂട്ട് ഓഫ് 1 by root 2ൻ്റെ സ്ക്വയർ പ്ലസ് -1 by root 2ൻ്റെ സ്ക്വയർ. 1 by root 2ൻ്റെ സ്ക്വയർ ചെയ്താൽ എന്ത് വരും? 1 സ്ക്വയർ ബൈ റൂട്ട് 2ൻ്റെ സ്ക്വയർ. 1 സ്ക്വയർ 1, റൂട്ട് 2ൻ്റെ സ്ക്വയർ ചെയ്താൽ 2 പ്ലസ് -1 by root 2ൻ്റെ സ്ക്വയർ ചെയ്താൽ -1ൻ്റെ സ്ക്വയർ 1, താഴെ റൂട്ട് 2ൻ്റെ സ്ക്വയർ ചെയ്താൽ 2, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 by 2 പ്ലസ് 1 by 2. 1 by 2 പ്ലസ് 1 by 2 1, റൂട്ട് 1 is equal to 1 എന്ന് കിട്ടി. അപ്പോൾ വിൻ്റെ ലെങ്ത്ത് നോം ഓഫ് v is equal to എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. സോ വിനെ നമുക്ക് എന്തെന്ന് പറയാം? യൂണിറ്റ് വെക്ടർ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് വൺ, നോർമലൈസിങ് എ വെക്ടർ. ഒരു വെക്ടറിനെ നമ്മൾ എപ്പോഴാണ് നോർമലൈസർ ആണെന്ന് പറയാം? ഡെഫിനിഷൻ നോക്കാം. നോർമലൈസർ ഓഫ് എ വെക്ടർ u ഈസ് ദ യൂണിറ്റ് വെക്ടർ ഡിഫൈൻഡ് ബൈ 1 by norm u into u. ഒരു വെക്ടർ നോർമലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ വെക്ടറിനെ അതിൻ്റെ നോം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നോർമലൈസർ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ നോം എടുത്തു കഴിഞ്ഞാൽ 1 ആയിരിക്കും കിട്ടുക. ഇപ്പോൾ ഒരു വെക്ടർ തന്നിട്ട് യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടർ ആക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ എല്ലാ വെക്ടറും യൂണിറ്റ് വെക്ടർ ആവണമെന്നില്ല അല്ലേ? ഇപ്പോൾ നമ്മളെടുത്ത u is equal to വെക്ടർ 1 2 എന്ന് പറയുന്നത് എന്തല്ല? യൂണിറ്റ് വെക്ടർ അല്ല. പക്ഷെ ഇതിനെ യൂണിറ്റ് വെക്ടർ ആക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഈ യൂണിറ്റ് u എന്ന് പറയുന്ന വെക്ടറിനെ ഇതിൻ്റെ നോം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. u ഡിവൈഡഡ് ബൈ നോം u, ദാറ്റ് ഈസ് 1 by നോം u ഇൻറ്റു u. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വെക്ടറിൻ്റെ നോം എന്തായിരിക്കും? 1 ആയിരിക്കും. ഇപ്പോൾ ഒരു വെക്ടറിനെ നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെക്ടറിനെ ഡിവൈഡഡ് ബൈ അതിൻ്റെ നോം ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. കൺസിഡർ u is equal to വെക്ടർ 1 2 ബിലോങ്സ് ടു 1 2 എന്ന് പറഞ്ഞാൽ R2ലെ എലമെൻ്റ് ആണ്. ദെൻ നോർമലൈസിങ് u, we will get the vector. ഈ യുവിനെ നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? u ഡിവൈഡഡ് ബൈ നോം u ചെയ്യുക. അതിന് നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം v എന്ന്. പേര് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോർമലൈസർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ u ബൈ നോം u ചെയ്യുക. u എന്ന് പറഞ്ഞാൽ വെക്ടർ 1 2, നോം u എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. നമ്മൾ ലെങ്ത്ത് കാണാനുള്ള ഫോർമുലയാണ്. a1 a2 ആണെങ്കിൽ റൂട്ട് ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ. ഇത് വെച്ചിട്ട് 1 2ൻ്റെ നോം എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു വെക്ടർ 1 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? റൂട്ട് 5 വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 1 2 ബൈ റൂട്ട് 5നെ 1 by root 5, വെക്ടർ 1 by root 5, 2 by root 5 നോക്കാം. ഇനി ഇതിൻ്റെ നോം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം ഒരു വെക്ടറിൻ്റെ നോർമലൈസർ എന്ന് പറയുന്നത് എന്ത് വെക്ടറാണ്? യൂണിറ്റ് വെക്ടറാണെന്ന് പറയുന്നുണ്ട്. ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 1 by root 5, 2 by root 5ൻ്റെ നോം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ വരിക? റൂട്ട് ഓഫ് 1 by root 5 സ്ക്വയർ പ്ലസ് 2 by root 5 സ്ക്വയർ. 1 by root 5ൻ്റെ സ്ക്വയർ ചെയ്താൽ 1 by 5 പ്ലസ് 2 by root 5ൻ്റെ സ്ക്വയർ ചെയ്താൽ 2 സ്ക്വയർ 4 by 5. റൂട്ട് ഓഫ് 1 by 5 പ്ലസ് 4 by 5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 1 + 4 5 by 5. റൂട്ട് 5 by 5 ഈക്വൽ ടു റൂട്ട് 1 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഒരു വെക്ടർ തന്നിട്ട് ആ വെക്ടർ യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ അതിനെ യൂണിറ്റ് വെക്ടർ ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക? തന്നിട്ടുള്ള വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ നോം കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നോർമലൈസർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ, സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ്.
രണ്ട് വെക്ടർ തന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് ഇന്നർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക? ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പറയുന്ന പേര് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു, നമുക്ക് രണ്ട് വെക്ടർ എടുക്കാം. എ ഈക്വൽ ടു വെക്ടർ A1 A2 എക്സെട്ര AN. നമ്മളെപ്പോഴും ഫോർമുലയൊക്കെ പറയുന്നത് ജനറലായിട്ട് n ട്യൂപ്പിളിൻ്റെ ബേസിസിൽ, അതായത് RNലാണ് നമ്മൾ കൂടുതലും ഡെഫിനിഷൻസ് പറയാം. അപ്പോൾ ഫോർ എ ഈക്വൽ ടു n ട്യൂപ്പിൾ A1 A2 എക്സെട്ര AN, B is equal to n tuple B1 B2 etc. Bn belongs to Rn. Rnൽ രണ്ട് വെക്ടർ എടുത്തു. ഇനി ഇതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A ഡോട്ട് B എന്നാണ്. ഇതിന് വായിക്കുന്നത് A ഡോട്ട് B. A ഡോട്ട് B എങ്ങനെ കണ്ടുപിടിക്കാം? A1ൽ n എലമെൻറ്റ്സ് ഉണ്ട്, എയിലും n എലമെൻറ്റ്സ് ഉണ്ട്, ബിയിൽ n എലമെൻറ്റ്സ് ഉണ്ട്. A ഡോട്ട് B കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് കമ്പോണൻറ്റ് ഇൻറ്റു എൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് ഇൻറ്റു ബിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ്, A1 ഇൻറ്റു B1 പ്ലസ് സെക്കൻഡ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, A2 ഇൻറ്റു B2 പ്ലസ് തേർഡ് കമ്പോണൻറ്റ്, A3 ഇൻറ്റു B3 പ്ലസ് എക്സെട്ര nth കമ്പോണൻറ്റ്, AN ഇൻറ്റു BN. അപ്പോൾ രണ്ട് നമ്പറാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, രണ്ട് വെക്ടർ 1 2 ഡോട്ട് വെക്ടർ 2 3 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് കമ്പോണൻറ്റ് 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 6, 2 പ്ലസ് 6 ഈക്വൽ ടു 8. അപ്പോൾ രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കില്ല? ഒരു വെക്ടർ ആവണമെന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ഇനി A ഡോട്ട് B ചെയ്താലും B ഡോട്ട് A ചെയ്താലും എന്താണ്? സെയിം തന്നെയാണ്. ഇപ്പോൾ രണ്ട് വെക്ടർ 1 2 ഡോട്ട് 2 3 ചെയ്താലും വെക്ടർ 2 3 ഡോട്ട് 1 2 ചെയ്താലും ആൻസർ എന്താണ്? സെയിം ആണ്. കാരണം ഇവിടെ നമ്മൾ ഇത് ചെയ്യുന്നത് രണ്ട് വെക്ടറിനാണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത്. പക്ഷേ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സ്കെയിലാറാണ്. A1ഉം B1ഉം രണ്ട് റിയൽ നമ്പറാണ്. അപ്പോൾ A1 ഇൻറ്റു B1 എന്ന് പറഞ്ഞാലും B1 ഇൻറ്റു A1 എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാലും 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ A ഡോട്ട് B ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും? B ഡോട്ട് A തന്നെയായിരിക്കും. അതുപോലെ A ഡോട്ട് Aൻ്റെ വാല്യൂ എന്താണ്? നോം ഓഫ് A സ്ക്വയർ ആണ്. സോ നമുക്ക് നോം ഓഫ് A കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് AN സ്ക്വയർ എന്നും ചെയ്യാം. ഓർ ഇതിൽ നിന്ന് A ഡോട്ട് A ഈസ് ഈക്വൽ ടു നോം A സ്ക്വയർ ആണെങ്കിൽ നോം ഓഫ് A ഈക്വൽ ടു എന്തെന്ന് വരും? റൂട്ട് ഓഫ് A ഡോട്ട് A എന്ന് എഴുതാം. നോം ഓഫ് A സ്ക്വയർ ഈക്വൽ ടു A ഡോട്ട് A ആണെങ്കിൽ നോം A ഈക്വൽ ടു റൂട്ട് ഓഫ് A ഡോട്ട് A. ഇത് നോം ഓഫ് A യൂസിങ് ഇന്നർ പ്രൊഡക്റ്റ് ആണ് ഈ ഫോർമുല. ഇന്നർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു വെക്ടറിൻ്റെ നോം കാണാൻ. നെക്സ്റ്റ് ഡെഫിനിഷൻ, രണ്ട് വെക്ടർ എപ്പോഴാണ് ഓർത്തോഗണൽ ആണെന്ന് പറയാന്നുള്ളതാണ്. 2 vectors A and B are orthogonal if A dot B is equal to 0. രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ് കിട്ടുന്നതെങ്കിൽ എനെയും ബിനെയും നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണെന്ന് പറയും. എക്സാമ്പിൾ നോക്കാം. ലെറ്റ് U is equal to vector -1, -2 and V equal to vector 2, -1 belongs to R2. R2ൽ രണ്ട് വെക്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. U ഡോട്ട് V is equal to, എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക? ഫസ്റ്റ് കമ്പോണൻറ്റ് ആദ്യം ഇൻറ്റു ചെയ്യുക. -1 ഇൻറ്റു 2 പ്ലസ് സെക്കൻഡ് കമ്പോണൻറ്റ് -2 ഇൻറ്റു -1. -1 ഇൻറ്റു 2 ചെയ്താൽ -2 എന്ന് കിട്ടും. -2 ഇൻറ്റു -1 ചെയ്താൽ +2. അപ്പോൾ -2 + 2 is equal to 0. U ഡോട്ട് V ഈക്വൽ ടു 0 എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? യുവും വിയും ഓർത്തോഗണലാണെന്ന് പറയാം.